ഹേ ഗായ്സ്, അങ്ങനെ ഒരുപാട് നാളുകളുടെ കാത്തിരിപ്പിനൊടുവിൽ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടന്റെ എമ്പുരാൻ റിലീസായിരിക്കുകയാണ്. ഇന്ന് ശരിക്കും ഉറങ്ങിക്കിടന്ന തിയേറ്ററുകളൊക്കെ ഉണർന്ന ഒരു ദിവസമാണ്. ഞങ്ങൾ വെളുപ്പിനെ മുതലേ പല തിയേറ്ററുകളിലും പോയിരുന്നു പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട്. ശരിക്കും തിയേറ്ററുകളിൽ ഇന്നൊരു ആഘോഷ ദിവസമായിരുന്നു. ഇതുപോലെ തിയേറ്ററുകൾ ഉത്സവ പറമ്പുകളാവണമെങ്കിൽ ലാലേട്ടന്റെ സിനിമകൾ വരണം എന്നുള്ളത് ഇന്ന് വീണ്ടും വ്യക്തമായിരിക്കുകയാണ്. ഞങ്ങൾ വൈകുന്നേരമാണ് സിനിമ കണ്ടത്. അപ്പോൾ എമ്പുരാൻ എന്ന സിനിമയുടെ ഞങ്ങളുടേതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ. വെൽക്കം ടു സിനിമയും സർക്കിട്ടും. പൃഥ്വിരാജ് സുകുമാരൻ എന്ന മലയാളത്തിന്റെ മികച്ച സംവിധായകരിൽ ഒരാൾ ചെയ്തിരിക്കുന്ന മൂന്നാമത്തെ സിനിമയാണ് എമ്പുരാൻ. മലയാളത്തിലെ തന്നെ മികച്ച സിനിമകളിൽ ഒന്നായ ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് എമ്പുരാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എമ്പുരാന്റെ വിശേഷങ്ങൾ, എമ്പുരാൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം മോഹൻലാൽ ഫാൻസ് കൊല്ലം യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ നിഹാൽ ഇപ്പോൾ അതിനെ പറ്റിയിട്ട് പറയുന്നതായിരിക്കും. പടം ഓക്കെയാണ്. L3 പോകുന്ന ഒരു സ്റ്റോറി ബിൽഡിംഗ് മാത്രമാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ഒരു ബേസ് ആണ്. ബാക്കി പോകുന്നത് ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സ്റ്റോറി ബിൽഡപ്പ് മാത്രമാണ്. നമുക്ക് എക്സ്പെക്ടേഷൻസ് വെച്ച് നമ്മൾ പോരുത്. കാരണം ലൂസിഫറിൽ നിന്ന് നമുക്ക് കിട്ടിയൊരു അഡ്രിനൽ റഷ് ആണെങ്കിൽ, നമുക്ക് തിയേറ്റർ ഗൂസ്ബംപ് മൊമെന്റ്സ് ആണെങ്കിൽ, ഇതിൽ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ താരതമ്യേന കുറവാണ്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സ്റ്റോറി ബിൽഡിംഗ് മാത്രമാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. ബാക്കി L3 അല്ലേ. മോഹൻലാൽ ഫാൻസിന്റെ ഒരു അഭിപ്രായമാണ് പുള്ളി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ അഭിപ്രായം കൊല്ലത്ത് തന്നെയുള്ള ജീവൻ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത്. ഞാൻ ലൂസിഫർ അതേപോലെ എമ്പുരാന്റെ 2 ട്രെയിലർ കണ്ടേ നല്ലൊരു എക്സ്പെക്ടേഷനിലാണ് എമ്പുരാൻ ഇന്ന് തിയേറ്ററിൽ പോയി കണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഒരു എക്സ്പെക്ടേഷന് മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്നും ആ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. ഇവൻ പറയുന്നുണ്ടായിരുന്നു സ്റ്റോറി ബിൽഡിംഗ് ആണെന്ന്. അതിനകത്ത് എനിക്ക് തോന്നിയത് മസൂദിന്റെ കഥ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ആദ്യത്തെ ഒരു കുറച്ച് നേരം കൊണ്ട് തന്നെ അത് പറഞ്ഞ് മസൂദ് എങ്ങനെയുള്ള ആളാണെന്ന് പറയുന്നുണ്ട്. അത്രയും പോർഷൻ ഏകദേശം ആദ്യത്തെ ഒരു 10 മിനിറ്റ് തന്നെ നല്ലപോലെ എൻഗേജ്ഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കഥ എങ്ങോട്ടോ പോയി. എടുത്തു പറയാനാണെങ്കിൽ എനിക്ക് ആ സിനിമയിൽ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ട ആകെ ഒരു 3-4 സീൻസ് ഉണ്ടാവും. മൊത്തത്തിൽ നോക്കുമ്പോൾ എന്നെ സാറ്റിസ്ഫൈഡ് ആക്കിയിട്ടില്ല ആ സിനിമ. എനിക്ക് വർക്കായിട്ടില്ല. ഇതൊക്കെ തന്നെയാണ് ആക്ച്വലി കോമൺ ആയിട്ടുള്ള ഒരു അഭിപ്രായം. നമ്മളെ പിടിച്ചിരുത്തുന്ന കുറേ സീനുകൾ ഉണ്ടായിരുന്നു. എങ്കിലും സിനിമ ഓവറോൾ എടുക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും തൃപ്തി തരുന്നതായിരുന്നില്ല. പ്രിയപ്പെട്ട ലാലേട്ട, താങ്കൾ ഖുറേഷി അബ്രാം ആണെന്നും താങ്കൾ ഈ ലോകത്തിലെ വലിയൊരു സംഭവമാണെന്നും ഞങ്ങൾക്ക് ലൂസിഫർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. വേണമെങ്കിൽ അതിന് ഇച്ചിരി ബിൽഡപ്പ് ആവാനായിട്ട് ആ ഹെലികോപ്റ്ററിൻ്റെ ഫൈറ്റൊക്കെ ആയിക്കോട്ടെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ മുണ്ടൊക്കെ മടക്കി കുത്തി ഒരു 2-3 ഫൈറ്റൊക്കെ നടത്തിയിരുന്നെങ്കിൽ ഈ സിനിമ വേറെ ലെവലായേനെ. കുറേ ഷോട്ടുകൾ അനാവശ്യമായിട്ട് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് ഒരു സാറ്റലൈറ്റ് കാണിക്കുന്നുണ്ട്. എന്തിനത്? ഞാൻ പിന്നീട് അത് കണ്ടിട്ടില്ല. സാറ്റലൈറ്റ് ഫോണാണ് ഇവർ ഉപയോഗിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തോ വേറെ കുറച്ചുകൂടെ ക്രിട്ടിസൈസ് ചെയ്യാനും അല്ലെങ്കിൽ കുറച്ചുകൂടെ ആഴത്തിൽ പരിശോധിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്ന അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇത് തിരിച്ചറിയുമായിരിക്കും. എനിവേ, ഒരു സാധാരണക്കാരാണ് ഞങ്ങൾക്കത് കണക്റ്റ് ആയിട്ടില്ല. പല സീനുകളും അനാവശ്യമായിട്ടുള്ള പല സീനുകളും ആഡ് ചെയ്തിട്ടുണ്ട്. ചില സീനുകൾ ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന മറ്റൊരു രാജ്യത്ത് നടക്കുന്ന ഒരു ഫൈറ്റ് സീക്വൻസും ഒരു ബ്ലാസ്റ്റ് സീനൊക്കെ ഉണ്ട്. അത് 3 പ്രാവശ്യം അതേ സീന് കാണിക്കുന്നുണ്ടായിരുന്നു സിനിമയിൽ. അതൊക്കെ വല്ലാത്തൊരു റെപ്പറ്റീഷനും ഇറിറ്റേഷനുമായിട്ടൊക്കെ തോന്നി ശരിക്കും പറഞ്ഞാൽ. എമ്പുരാൻ സിനിമയുടെ ഏറ്റവും വലിയൊരു കുറവായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇത് ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അത്രത്തോളം നമുക്ക് ഗൂസ് ബംസ് തരുന്ന, അഡ്രിനാലിൻ റഷ് തരുന്ന ഒരു സിനിമയായിരുന്നു ലൂസിഫർ. ഡയലോഗ് ഡെലിവറി ആണ് ശരിക്ക് മുരളി ഗോപിയുടെ എല്ലാ സിനിമകളും അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡയലോഗ് ഡെലിവറിയാണ്. ലാലേട്ടൻ ലൂസിഫറിലെ ഡയലോഗുകൾ കൊച്ചു പിള്ളേർക്ക് വരെ ഭയങ്കര കാണാപ്പാടമായിട്ടുള്ള ഡയലോഗാണ്. അമ്മ സാർ ആയിക്കോട്ടെ, ചെകുത്താൻ വേദോപദേശം ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അതൊക്കെ പിന്നെ അതെ, തമ്പി മയിൽവാഹൻ, ഇതൊക്കെ നമ്മുടെ മനസ്സിനകത്ത് അത്രയും തങ്ങി നിൽക്കുന്ന ഡയലോഗ്സ് ആണ്. അങ്ങനെയുള്ള ഒന്നുമില്ല ഇതിനകത്ത്. ലൂസിഫർ എന്ന സാധനം പൃഥ്വിരാജ് ചെയ്ത് വെച്ചുകൊണ്ട് അതേ ഒരു എക്സ്പെക്ടേഷനിലാണ് പോയി എമ്പുരാൻ കണ്ടത്. പക്ഷെ പറഞ്ഞില്ലേ, അതിന്റെ ഒരു 50% ഒരു അഡ്രിനൽ റഷ് മൊമെന്റ്സ് പോലും ഇതിൽ തരാൻ പറ്റില്ല. ആകെ ആ ഫോറസ്റ്റ് ജംഗിൾ ഫൈറ്റ് ആയിരുന്നു. അത് ഒരു പൊളി സാധനമായിരുന്നു. അതെ, അങ്ങനെയുള്ള 1-2 പൊളി സാധനങ്ങൾ ഉണ്ടെന്ന് ഒഴിച്ചാൽ ലാലേട്ടനെ നമുക്ക് മിസ് ചെയ്തു ഭയങ്കരമായിട്ട്. ഈ പറഞ്ഞ പോലെ സയ്യദ് മസൂദിന്റെ ഒരു സിനിമയായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ലാലേട്ടന്റെ ഡയലോഗിനെക്കാളും ആ തിയേറ്ററിൽ പോയപ്പോൾ മമ്മൂട്ടിയുടെ ഡയലോഗാണ് കൂടുതൽ കേട്ടത്. ഇന്റർവെല്ലിന് പോപ്കോൺ മേടിക്കാൻ പോയപ്പം 120 രൂപ കിട്ടിയേ നന്ദിയുണ്ട് എന്നൊക്കെ പുള്ളി പറയുന്നുണ്ടായിരുന്നു. അത് കൂടുതലുണ്ടായിരുന്നു ഡയലോഗ്. ശരിക്കും അത്ര പോലും ഇല്ലായിരുന്നു ലാലേട്ടന്റെ ഡയലോഗ് എന്നുള്ളത്. ശരിക്കും ഭയങ്കര വിഷമം തോന്നി. മറ്റൊരു വലിയ പ്രധാന പ്രശ്നം, ഇതിനകത്തൊരു നല്ല വില്ലൻ ഇല്ല എന്നുള്ളതാണ്. ഒരു വില്ലൻ ആകെപ്പാടെ ഉള്ളതൊരു 6-7 സീനാണ്. അതിനകത്ത് അയാൾ വരുന്നു. അതിൽ ആദ്യത്തെ സീൻ അതിഗംഭീരമാണ്. ജീവൻ പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റ് ശരിക്കും നമ്മൾ ഇരുന്ന് പോകും. ആ സിനിമ അങ്ങനെ പോയാൽ മതിയായിരുന്നു. പിന്നീട് അതിൽ യൂസ് ചെയ്തിരുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ കാര്യം പറയുമ്പോൾ
നമുക്ക് ലൂസിഫറിൽ കിട്ടിയിരുന്ന ആ ഫൈറ്റ് സീക്വൻസിലൊക്കെ കിട്ടിയിരുന്ന ഈ കടവുളെ പോലെ തന്നെ അത് ഇതിലുമുണ്ട്. അത് പക്ഷെ അത് കടവുളെ പോലെ തന്നൊരു സാധനം തരാൻ പറ്റിയിട്ടില്ല. അതിന് തരാൻ പറ്റിയിട്ടില്ല. എക്സ്പെക്ടേഷനോടെ പോകരുത് എന്ന് പലരും പറയുന്നതിന്റെ യഥാർത്ഥ റീസൺ നിങ്ങൾ ലൂസിഫർ കണ്ട എക്സ്പെക്ടേഷനിൽ എമ്പുരാൻ കാണാൻ പോകരുത് എന്നുള്ളതാണ്. ടോവിനോയുടെ ഒരു പ്രസംഗമുണ്ട് ലൂസിഫറിനകത്ത്. ശരിക്കും പറഞ്ഞാൽ ആ പ്രസംഗം തീരുമ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾ കൈയടിക്കുന്നതോടൊപ്പം നമ്മൾ അറിയാതെ കൈയടിച്ചു പോകുന്നു. നമുക്ക് ശരിക്കും ഗൂസ് ബംസ് വരുന്നുണ്ട്. ഇതിനകത്ത് അതിന് സിമിലർ ആയിട്ടുള്ള ഒരു സീന് ഇതിലൊരു വനിതാ കഥാപാത്രം നടത്തുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്നും തോന്നത്തില്ല. ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി പറഞ്ഞാൽ അവർ നൈല ഉഷ കഴിഞ്ഞ ലൂസിഫറിനകത്ത് ഉള്ളതാണ്. നൈല ഉഷ അവരൊരു TV ചാനൽ നടത്തുന്നവരാണ്. അവരെ കൊണ്ട് പറയുകയാണ് വാവ്. ആ വാവ് പറയാൻ മാത്രമായിട്ടാണ് അവർ ലൂസിഫറിൽ അഭിനയിച്ച പല കഥാപാത്രങ്ങളും സിനിമയിലുണ്ട്. പക്ഷെ അവർക്ക് അതിനെ അപേക്ഷിച്ച് ഈ സിനിമയിൽ സ്ക്രീൻ സ്പേസ് കുറവാണ്. ഈ നൈല ഉഷയുടെ ഹസ്ബൻഡ് എന്തിനായിരുന്നു അതിനകത്ത്? കഴിഞ്ഞ പടത്തിൽ റോളുണ്ടായിരുന്നു. നല്ല അവർക്ക് രണ്ടുപേർക്കും നല്ല റോളായിരുന്നു. ഇതിനകത്ത് അവരെ വെറുതെ കൊണ്ടിരുത്തിയിരിക്കുന്ന മാതിരിയായി. പിന്നെ ഗൂസ് ബംസ് ഒക്കെ വരുന്നു എന്ന് അവർ പറയുകയാണ്. പക്ഷെ നമുക്ക് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കോമഡി എല്ലാവരും ചെയ്ത കോമഡീസ് വർക്കൗട്ട് ആയിട്ടുണ്ട്. ബൈജുവിൻ്റെയും സുരാജിൻ്റെയും അതിഗംഭീരമായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആയത് ആന്റണി പെരുമ്പാവൂരിൻ്റെയാണ്. കോമഡി ഗംഭീരമായിരുന്നു. പിന്നെ ഒരു കാര്യം, നീ സപ്പോർട്ടറായിരുന്നു കേട്ടോ. നീ തുടങ്ങിയപ്പോ നിനക്ക് ഓക്കെ ആണെന്നാ ഞങ്ങളൊരു കാര്യം പറയട്ടെ, ഇതൊക്കെ ഞങ്ങൾ വിമർശനമായിട്ട് പറയുന്നത് ഞങ്ങൾക്ക് ലാലേട്ടനെ അത്ര ഇഷ്ടമായതുകൊണ്ടാണ്. ഇവനൊരു അൾട്രാ പ്രോ ലാലേട്ടൻ ഫാനാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ചയുമായിട്ട് അതിലെ ട്രെയിലറിലെയും ടീസറിലെയൊക്കെ വിഷ്വൽസും പോസ്റ്റേഴ്സും ഇങ്ങനെ കട്ട് ചെയ്ത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുന്നു, റീൽസ് കട്ട് ചെയ്ത് ഷെയർ ചെയ്യുന്നു. അങ്ങനെ അത്രയും പ്രതീക്ഷയോടെ ഇരുന്നതാണ്. അത് നഷ്ടമായതിൻ്റെ ഒരു വിഷമമാണ് ഞങ്ങൾ ഈ പറയുന്നത്. ഈ വിമർശിക്കുന്നവരെ പല ആർട്ടിസ്റ്റുകളുടെ ഫാൻസ് ആവും. ഞാൻ ഓപ്പണായിട്ട് പറയണം, മമ്മൂക്കയുടെ ഫാൻസ് ആണെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നവരുണ്ട്. അവർ തമ്മിലൊരു പ്രശ്നമില്ല. ലാലേട്ടനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ മമ്മൂട്ടിയാണ്. ഈ സിനിമയുടെ ലോഞ്ച് ആയാലും ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ അറിയാം, ഇന്ദ്രജിത്തിന്റെ ഒരു ലൈവ് ഉണ്ട്. അതിനകത്ത് വരുന്ന ഒരു കമന്റ് ബിലാൽ എന്നാണ്. അപ്പോൾ അവരത് വളരെ എൻജോയ് ചെയ്തിട്ടാണ് ആ കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. ഇതിനെ പുറത്ത് കിടന്നിട്ട് ഫാൻസ് പല പേരുകളിലും അതിൽ വളരെ വിഷമിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ മതത്തിന്റെ പേരിൽ ഇതിനെ കോൺട്രൈസ് ചെയ്യുന്നവരുണ്ട്, രാഷ്ട്രീയത്തിന്റെ പേരിൽ കോൺട്രൈസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയം പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മുരളി ഗോപിയും ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരും കയ്യടി അർഹിക്കുന്നത് ശരിക്കും നടക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ, രാഷ്ട്രീയത്തെ അവർ പച്ചയ്ക്ക് വരച്ച് കാണിച്ചിരിക്കുകയാണ്. അതിന് അവരെടുത്ത ഒരു ധൈര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അപ്രീഷിയബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എങ്കിലും നമ്മൾ ഓവറോൾ ഒരു സിനിമ ആസ്വാദനം എന്നുള്ള രീതിക്ക് നോക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു സംതൃപ്തി ലഭിച്ചില്ല എന്നുള്ളത് വളരെ വിഷമത്തോടെ ഞങ്ങൾ പറയുകയാണ്. ഒരുപാട് പ്രതീക്ഷിച്ചു, നമ്മുടെ പ്രതീക്ഷകൾ ഒരുപാടായതായിരിക്കും വിഷമമായത്. എനിവേ ഒരു പ്രാവശ്യം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. ലാലേട്ടൻ വരുന്ന എല്ലാ സീനുകളിലും ലാലേട്ടന്റെ ഇൻട്രോ ഉണ്ട്. എല്ലാത്തിലും വേണമെങ്കിൽ നമുക്ക് പോയി കൈയടിക്കാം. ഒരു ഇൻട്രോ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയതാ ഇന്ദ്രജിത്ത് ആദ്യമായിട്ട് ലാലേട്ടനെ കാണുന്ന ഒരു സീനിൽ ലാലേട്ടൻ വന്നിട്ട് പിണങ്ങി പോകും. അത് ഒരു കറുത്ത ഉടുപ്പിട്ട ഒരു മനുഷ്യൻ അങ്ങ് ദൂരെ നിൽക്കുന്നു എന്നേ ഉള്ളൂ. പിന്നെ ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ടക്കന വരും. ഔട്ടർ സ്പേസ് കാണാൻ പറ്റും. ജസ്റ്റ് കണ്ട് നമുക്ക് പോകാൻ പറ്റും. ഒരുപാട് ഹോളിവുഡ് ആർട്ടിസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് MI6 ഒരു ഏജൻസിയൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നി റോവാൻ ആറ്റ്കിൻസന്റെ ജോണി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് കുറേ സിനിമകളുണ്ട്. അതിനകത്ത് ജോണി ഇംഗ്ലീഷ്, റോവാൻ ആറ്റ്കിൻസൺ നമ്മുടെ മിസ്റ്റർ ബീൻ, അദ്ദേഹം ജോണി ഇംഗ്ലീഷ് ഒരു MI6 ഏജന്റാണ്. അതിലുള്ള ചില കഥാപാത്രങ്ങൾ പോലത്തെ അതിനകത്ത് കുറെ കോമഡി ഏജന്റുമാരുണ്ട്. അതുപോലെയൊക്കെ തോന്നി അവരുടെ പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഡിസപ്പോയിന്റിങ് ആയിട്ട് പല സീൻസ് ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ അതിനകത്ത് നമുക്ക് ഗൂസ് ബംസ് എന്ന നമ്മളെ പിടിച്ചിരുത്തിയ കുറച്ച് സീൻസ് ഉണ്ടായിരുന്നു. ആ സീൻസ് ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു. എൻഡിൽ ലൂസിഫർ 3 വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. അതെന്തൊക്കെ തന്നെ ലൂസിഫറിന്റെ അവസാനമുള്ള ഖുറേഷി അബ്രഹാം അത് ഫീൽ ഒന്നും പൊട്ടിച്ച് കിട്ടില്ല. ഇതൊക്കെ ആയിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. ഇത് എന്താ ബന്ധം? എനിക്ക് ആരും ബന്ധം കണ്ടില്ല. അവൻ DCയുടെ വായിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ശരി, എനിവേ ഞങ്ങളുടെ അഭിപ്രായമാണ് പറഞ്ഞത്. ഞങ്ങളെ ഒരു ഫാൻസ് അസോസിയേഷനിലേക്ക് തള്ളാതിരിക്കൂ, ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് തള്ളാതിരിക്കൂ, ഒരു മതത്തിൻ്റെ അസോസിയേഷനിലേക്ക് തള്ളാതിരിക്കൂ. ഇത് ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. നിങ്ങൾ സിനിമ കാണൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കും.